നമസ്കാരം. ഇന്നലെ തെക്കൻ കൊറിയയിൽ ജോജോ എയർലൈൻസിൻ്റെ വിമാനം അപകടത്തിൽപ്പെട്ട് 179ഓളം പേർ കൊല്ലപ്പെട്ട സംഭവത്തിന് പിന്നിലെ കാരണം എന്താണ് എന്നുള്ള വിശകലനത്തിലാണ് ഇപ്പോൾ വിദഗ്ധർ. പ്രാഥമിക നിഗമനത്തിൽ പറയുന്നത് വിമാനത്തിൽ പക്ഷികൾ വന്നിടിച്ചതുകൊണ്ടാണ് അപകടം സംഭവിച്ചത് എന്നാണ്. പക്ഷിക്കൂട്ടം വന്നിടിച്ചതിൻ്റെ ഫലമായി വിമാനത്തിൻ്റെ ലാൻഡിംഗ് ഗിയറിന് തകരാറ് സംഭവിച്ചുവെന്നും അങ്ങനെ വിമാനത്തിന് അപകടമുണ്ടായി, വിമാനം ബെല്ലി ലാൻഡിംഗ് നടത്താൻ നിർബന്ധിതമായി എന്നൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. എന്നാൽ ഈ റിപ്പോർട്ടുകളെ ആധികാരികതയെക്കുറിച്ച് ഇനിയും പറയാറായിട്ടില്ല. കാരണം തെക്കൻ കൊറിയൻ അധികൃതരോ അവിടുത്തെ വൈമാനിക രംഗത്തെ വിദഗ്ധരോ ഒന്നും തന്നെ ഇക്കാര്യത്തിൽ ഇനിയും പ്രതികരിച്ചിട്ടില്ല. ജോജോ എയർലൈൻസും അന്വേഷണം പൂർത്തിയായതിനു ശേഷം മാത്രം പറയാം എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇവിടെ സ്വാഭാവികമായി ഉയരുന്നൊരു ചോദ്യമുണ്ട്. വിമാനത്തിൽ പക്ഷികളൊന്നിടിച്ചാൽ അതിന് അപകടം സംഭവിക്കുമോ എന്നുള്ളത്. നൂറുകണക്കിന് ആളുകളെയും വഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ സാധനങ്ങളും വഹിച്ച് മണിക്കൂറുകളോളം ആകാശത്തിലൂടെ പറക്കുന്ന ഈ വിമാനങ്ങൾക്ക്, ശക്തമായ സംവിധാനങ്ങളുള്ള വിമാനങ്ങൾക്ക് പക്ഷികളൊന്നിടിച്ചാൽ അപകടം സംഭവിക്കുമോ എന്ന് സ്വാഭാവികമായും നമുക്ക് സംശയം തോന്നാം. മാത്രമല്ല, എന്ത് ധൈര്യത്തിലായിരിക്കും ഇനി മനുഷ്യർ ഈ വിമാനങ്ങളിൽ യാത്ര ചെയ്യുക എന്നുള്ളതും മറ്റൊരു പ്രശ്നമാണ്. എന്നാൽ വ്യോമയാന രംഗത്തെ വിദഗ്ധർ പറയുന്നത് വിമാനത്തിൽ പക്ഷിയൊന്നിടിച്ച് തകരാറുകളൊക്കെ പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട് എങ്കിലും വിമാനത്തിൽ പക്ഷിയൊന്നിടിച്ച് അത് അപകടമുണ്ടായ സംഭവം കേട്ടുകേൾവി പോലും ഇല്ലാത്തതാണ് എന്നാണ്. ഈ വിമാനത്തിലും അതുതന്നെ സംഭവിച്ചിരിക്കാം എന്നാണ് അവർ പറയുന്നത്. വിമാനത്താവളത്തോട് അടുക്കുമ്പോൾ തന്നെ കൺട്രോൾ ടവറിൽ നിന്ന് വിമാനത്താവളത്തിന് ചുറ്റും പക്ഷിക്കൂട്ടമുണ്ട് എന്ന അറിയിപ്പ് നേരത്തെ പൈലറ്റിന് നൽകിയിരുന്നു എന്നാണ് വിമാനത്താവള അധികൃതർ പറയുന്നത്. വിമാനം ലാൻഡ് ചെയ്തതിന് ശേഷം വിമാനത്തിൻ്റെ വലത് ഭാഗത്തെ എഞ്ചിനിൽ നിന്ന് ശക്തമായ തോതിൽ തീയും പുകയും ഉയരുന്ന ദൃശ്യങ്ങളും നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ പക്ഷികളൊന്ന് ഇടിച്ചതിൻ്റെ ഫലമായിട്ടാണോ ഇങ്ങനെ സംഭവിച്ചത് എന്ന് ഇനിയും വ്യക്തമല്ല. മാത്രമല്ല, മറ്റു ചില വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഒരുപക്ഷെ വിമാനത്തിൻ്റെ ഹൈഡ്രോളിക് സംവിധാനം തകരാറിലായിരിക്കാം എന്നാണ്. അങ്ങനെ ഹൈഡ്രോളിക് സംവിധാനം തകരാറിലായാൽ വിമാനത്തിൻ്റെ ലാൻഡിംഗ് ഗിയർ ഉൾപ്പെടെയുള്ളവ ഒന്നും തന്നെ പ്രവർത്തിക്കില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. എന്നാൽ വിമാനത്താവള അധികൃതർക്ക് നേരെയാണ് മറ്റു ചില വ്യോമയാന വിദഗ്ധർ ശക്തമായ വിമർശനമായി രംഗത്തെത്തിയിരിക്കുന്നത്. അവർ പറയുന്നത് വിമാനം ബെല്ലി ലാൻഡിംഗ് നടത്താൻ പോകുന്നു എന്ന് കൃത്യമായ അറിയിപ്പ് ലഭിച്ചിട്ടും അതിനുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കുന്ന കാര്യത്തിൽ വിമാനത്താവളത്തിലെ ഫയർഫോഴ്സ് അധികൃതർ പരാജയപ്പെട്ടു എന്നാണ്. വിമാനം റൺവേയിലൂടെ ഇറങ്ങി പാഞ്ഞു പോകുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അവിടെ എങ്ങും തന്നെ യാതൊരു തരത്തിലുമുള്ള സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കിയതായി നമ്മൾ കാണുന്നില്ല. അതേക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നാണ് പലരും ആവശ്യപ്പെടുന്നത്. മാത്രമല്ല, അവിടെ ഒരു മതിൽ ഇല്ലായിരുന്നു എങ്കിൽ വിമാനത്തിന് ഇത്രയും വലിയ ദുരന്തം ഉണ്ടാവുകയില്ലായിരുന്നു എന്നും ചിലർ പറയുന്നുണ്ട്. വിമാനത്തിൽ പക്ഷികൾ വന്നിടിച്ചാൽ ഇത്രയും വലിയൊരു അപകടം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഓസ്ട്രേലിയയിൽ നിന്നുള്ള സാങ്കേതിക വിദഗ്ധരും പറയുന്നത്. ഇങ്ങനൊരു സംഭവം അവരും കേട്ടിട്ടില്ല. എന്നാൽ വിമാനാപകടത്തെക്കുറിച്ച് തെക്കൻ കൊറിയൻ അധികൃതരോ അല്ലെങ്കിൽ വിമാന കമ്പനിയോ ഇനിയും പരസ്യമായി പ്രതികരിച്ചിട്ടില്ല. വിമാനത്തിൻ്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്താൽ മാത്രമേ ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള നിലപാടിലാണ് അവർ. അന്വേഷണം പൂർത്തിയാകുന്ന മുറയ്ക്ക് മാത്രമേ അപകട കാരണം സംബന്ധിച്ച കാര്യങ്ങൾ പുറത്തുവിടുകയുള്ളൂ എന്നാണ് അവർ ഇപ്പോൾ പറയുന്നത്. മറ്റൊന്ന്, അപകടത്തിൽപ്പെട്ട വിമാനം ബോയിങ്ങിൻ്റെ 737-800 ഇനത്തിൽപ്പെട്ടതാണ്. ഈ വിമാനം ലോകത്തെമ്പാടുമുള്ള പ്രമുഖരായ വിമാന കമ്പനികളെല്ലാം തന്നെ സ്ഥിരമായി ഉപയോഗിക്കുന്നതാണ്. സുരക്ഷാ സംവിധാനങ്ങൾക്കും മറ്റും പേരുകേട്ട വിമാനം തന്നെയാണ് ഇത് എന്നാണ്. അങ്ങനെയുള്ള ഈ ഒരു കൂറ്റൻ വിമാനം എങ്ങനെ പക്ഷിയൊന്നിടിച്ചാൽ അത് അപകടത്തിൽപ്പെടും എന്നാണ് ഇവർ ചോദിക്കുന്നത്. ഏതായാലും സ്ഥിരമായി വിമാനങ്ങൾ യാത്ര ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ഭീതി വിതയ്ക്കുന്ന ഒരു റിപ്പോർട്ട് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വിമാനത്തിൽ പക്ഷിയിടിച്ചാൽ അതെങ്ങനെ അപകടത്തിൽപ്പെടും എന്ന ന്യായമായ ചോദ്യങ്ങൾ ഉയരുമ്പോഴും ഇനി പക്ഷിയൊന്നിടിച്ചാണ് അപകടമുണ്ടായത് എന്നാണ് നാളെ തെളിയിക്കപ്പെടുന്നതെങ്കിൽ അത് ഒരുപക്ഷെ നമ്മുടെ വ്യോമയാന ചരിത്രത്തിലെ തന്നെ വലിയൊരു സംഭവമായി മാറാനുള്ള സാധ്യതയുണ്ട്. കാരണം എത്രയോ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളാണ് ഓരോ ദിവസവും വിമാനങ്ങളിൽ യാത്ര ചെയ്യുന്നത്. നമ്മളേറെ സുരക്ഷിതമെന്ന് കരുതി യാത്ര ചെയ്യുന്ന ഈ വലിയ വിമാനങ്ങളിൽ പോലും പക്ഷിയൊന്നിടിച്ചാൽ അതിന് അപകടം സംഭവിക്കും എന്നുള്ള വാദം ശരിയാണെങ്കിൽ അത് വ്യോമയാന രംഗത്ത് വലിയൊരു തിരിച്ചടി തന്നെ ഉണ്ടാക്കും എന്നുള്ളതും ഉറപ്പാണ്. ഏതായാലും അന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തു വന്നാൽ മാത്രമേ ഈ പക്ഷി വന്നിടിച്ചു എന്നുള്ള വാദം സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ.